ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒക്കെയാണ് നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പല ആൾക്കാരും പാനിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ വിറ്റുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തൊക്കെയായിരിക്കണം നമ്മുടെ നിലപാടുകൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, ചിലപ്പോൾ മുകളിലോട്ട് പോകും, ചിലപ്പം താഴത്തേക്ക് പോകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഏതാണ്, അത് നല്ല സ്റ്റോക്കാണോ, ഫണ്ടമെൻ്റലി ഓക്കെ ആണോ, ഇതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾക്ക് എന്ത് നോക്കാം, അതിൻ്റെ വാല്യുവേഷൻസ് അല്ലേ. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻസ് ഭയങ്കര കൂടുതലാണോ, വാല്യുവേഷൻസ് കൂടുതലായാലും കുഴപ്പമില്ല, അതിനനുസരിച്ചുള്ള ഗ്രോത്ത് കമ്പനി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റോക്ക് ധൈര്യമായിട്ട് തന്നെ ഹോൾഡ് ചെയ്യാം. അപ്പം നിങ്ങൾ എടുത്തേക്കുന്ന സ്റ്റോക്കുകളാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ എന്തല്ല മാർക്കറ്റിൻ്റെ ഡെയിലി മൂവ്മെൻറ്റ്സ് അല്ല. മാർക്കറ്റ് പല രീതിയിൽ ബിഹേവ് ചെയ്യാം, കാരണം മാർക്കറ്റിൽ അത്രയും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഇത്രയും ആൾക്കാരുടെ മെൻറ്റാലിറ്റി അതാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഓരോ ദിവസം ഓരോ രീതിയിൽ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും, ചിലപ്പം വാങ്ങിക്കും അല്ലെങ്കിൽ ചിലപ്പം വിൽക്കും. അപ്പോൾ ഇതിനനുസരിച്ച് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. മാർക്കറ്റ് എന്ന് പറയുന്നത് വോളറ്റൈൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നല്ല സ്റ്റോക്കാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അത് കുറച്ച് ലോങ് റൺ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുക പിന്നെ അത് മറന്നു കളയുക, അതല്ല കേട്ടോ. ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റോക്കിനെ പറ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും നോക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾ എന്തായിരിക്കണം, ആ സ്റ്റോക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ന്യൂസും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ന്യൂസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും നിങ്ങൾ ബിസിനസ് ന്യൂസ് കാണുക എന്നുള്ളതല്ല. നിങ്ങൾ നമ്മുടെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു സെക്ടറിൽ നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് കൃത്യസമയത്ത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൃത്യം സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഡിസിഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കാൻ വേണ്ടി പറ്റും. ചിലപ്പം അത് ഹോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ സെല്ലായിരിക്കും, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലോസ് ലിമിറ്റ് ചെയ്യാം അല്ലെ. ലോസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. നഷ്ടം കുറയ്ക്കുക. അപ്പോൾ നഷ്ടം ചിലപ്പം ഇപ്പം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന നല്ല കമ്പനി ആയിരിക്കും, പക്ഷേ നഷ്ടത്തിലാണെങ്കിലും ഈ കണ്ടീഷനിൽ അല്ലേ, ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റെഡ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നല്ലതാണെങ്കിൽ നിങ്ങളത് വിറ്റ് കളയേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രശ്നം എന്തായാലും മാറും അല്ലെ. മുന്നോട്ട് പോകുമ്പം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് റിക്കവർ ആവും. അങ്ങനെ റിക്കവർ ആവുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോക്ക് ആയിരിക്കും ആദ്യം തന്നെ കയറി മുകളിലോട്ട് പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് എന്തായാലും മുകളിലോട്ട് കയറി വരും. കുറച്ച് കാലം വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ കുറച്ച് കാലം എന്ന് പറയുന്നത് ഒരു 1-2 അല്ലെ, ഒരു 2-2.5 വർഷം കൊണ്ട് നിങ്ങളുടെ സ്റ്റോക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് തരണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ലോങ് ടേം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലോങ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം 20 വർഷം അത്രയും വലിയ ടൈം ഫ്രെയിം അല്ല, ഒരു ചെറിയ കാലയളവ്, അതായത് 2-2.5 വർഷം. 2-2.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു 3-4 മടങ്ങ് അല്ലെ, 3-4 ടൈംസ് നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഇട്ടേക്കുന്ന എമൗണ്ട് അതൊരു 2-3 മടങ്ങായിട്ട് ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് ഒരു മിനിമം ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം കൊണ്ട് 3 ഇരട്ടി അല്ലെ, 3 വർഷം കൊണ്ട് 3 ഇരട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളെ തന്നെ നിങ്ങൾക്ക് 3 ഇരട്ടി കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു 2-3 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 3 ഇരട്ടിയൊക്കെ ആക്കി മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റിൽ നമ്മൾ എന്തായിരിക്കണം, കുറച്ചുകൂടി പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഇപ്പം ഞാനൊരു സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് എന്ത് ചെയ്യും, ഒരു 30% ചിലപ്പോൾ അത് താഴത്തേക്ക് പോകും. അപ്പോൾ ഞാനത് വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക, പിന്നെ എനിക്ക് ആ ഒരു സ്റ്റോക്കിൽ എൻട്രി കിട്ടില്ല. പിന്നെ ഞാൻ ആ സ്റ്റോക്ക് ചിലപ്പോൾ എടുക്കാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് എടുക്കും. വേറെ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും ആ സ്റ്റോക്കും എന്ത് ചെയ്യാം, ഇതേപോലെ 20-30% താഴത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിലും എന്തല്ല, സേഫ് അല്ല. ഒരു സ്റ്റോക്കും ഇടിയാതിരിക്കില്ല, ഏത് സ്റ്റോക്കും എപ്പോൾ വേണമെങ്കിലും ഇടിയാം. അപ്പോൾ അങ്ങനെ ഇടിയുന്നത് കൊണ്ട് നമ്മളത് വിറ്റ് കളയേണ്ട കാര്യമില്ല. ആ സ്റ്റോക്ക് പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റ് 4 ഇരട്ടിയും 5 ഇരട്ടിയും ഒക്കെ റിട്ടേൺസ് തരും. നമുക്ക് ആ ഒരു ചാൻസ് മിസ്സാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഹോൾഡ് ചെയ്യുക. മോശമാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിറ്റ് കളയുക. ചിലപ്പോൾ നിങ്ങൾ നല്ല ലോസിലാണെങ്കിലും അതൊന്നും നോക്കാതെ നിങ്ങൾക്കത് വിൽക്കാം. കാരണം മാർക്കറ്റിൽ വേറെയും നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്സ് ഇല്ലേ, അതിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാമല്ലോ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനി നിങ്ങൾക്ക് വേണ്ട റിസൾട്ട്, നിങ്ങൾക്ക് വേണ്ട റിട്ടേൺസ് അത് തന്നോളും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഇവിടുത്തെ നഷ്ടം നിങ്ങൾ നോക്കണ്ട. മെല്ലെ മെല്ലെ സ്റ്റോക്ക് മാർക്കറ്റ് കയറുള്ളൂ, സമയം എടുക്കും, 1-2 വർഷം എടുക്കും. ഇപ്പം മേജറായിട്ടുള്ളൊരു കറക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. ഒരു ബിയർ മാർക്കറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പം ചെറുതായിട്ട് വീണ്ടും ഇടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഓൾ ടൈം ഹൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നിഫ്റ്റിക്ക് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു കറക്ഷൻ കൂടെ എന്തായാലും ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ചെറിയൊരു കറക്ഷനിലൂടെ പോയിട്ട് മാത്രമേ കയറുള്ളൂ
വരാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കറക്ഷനോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ എന്തായാലും എന്ത് സംഭവിക്കും, ഒരു ദിവസം ഓൾ ടൈം ഹൈ നിഫ്റ്റി കട്ട് ചെയ്യും അല്ലേ, ഉടൻ തന്നെ കട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് തന്നെയാണ് പോകാൻ ചാൻസ്. അങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് ആ ഒരു ബുൾ മാർക്കറ്റിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോക്സൊക്കെ നല്ല രീതിയിലുള്ള റിട്ടേൺസ് തരും. ആ എൻഡ് ആകുമ്പോഴത്തേക്ക് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതൊരു 2-2.5 വർഷം അത്രയും കാലം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊക്കെ ബാങ്കിൽ പൈസ കൊണ്ടിടുന്നില്ലേ, അത് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് അവിടെ ഇടുകയല്ലേ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഒരു പൈസ ഈ ഒരു സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കുന്ന, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള കമ്പനികളിൽ നിങ്ങൾ എന്ത് ചെയ്തു, ബെറ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബെറ്റുമായിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴാണോ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് പണി തരുന്നത് അപ്പോൾ നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് ഒഴിവായിട്ട് വേറെ കമ്പനിയിലോട്ട് സ്വിച്ച് ചെയ്യുക. അതുമാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ 3 വർഷം അല്ലെങ്കിൽ ഈ ഒരു കാലാവധി കംപ്ലീറ്റ് നമ്മൾ ഒരു സ്റ്റോക്ക് തന്നെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് തന്നെ എനിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊന്നും നമുക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആ കമ്പനി മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് പുതിയ കമ്പനി ഇടും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ കമ്പനിയായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ഒരു കമ്പനിയല്ല, ഒന്നിൽ കൂടുതൽ കമ്പനി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളെടുത്തേക്കുന്ന എല്ലാ കമ്പനിയും മോശമാവത്തൊന്നുമില്ല. ഏതെങ്കിലും 1-2 കമ്പനി ചിലപ്പോൾ മോശമാവും. നമ്മുടെ കയ്യിൽ ഒരു 5-10 സ്റ്റോക്സ് ഉണ്ടാവില്ലേ, ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കും നല്ല രീതിയിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരും ഈ 2-2.5 വർഷം കൊണ്ട്. ഇപ്പം മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കറക്ഷൻ എപ്പോൾ വേണമെങ്കിലും റിക്കവർ ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അത് എപ്പോൾ വേണമെങ്കിൽ തിരിച്ച് കയറാൻ പോവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കുറേ അധികം ഡിപ്സിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളൊക്കെ നല്ല റേറ്റ് കുറവിൽ നമുക്ക് കിട്ടും. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. ഒരു ദിവസം തന്നെ ഫുൾ പൈസ ഇടേണ്ട കാര്യമൊന്നുമില്ല, മെല്ലെ അക്യുമുലേറ്റ് ചെയ്താൽ മതി. കാരണം ഈ ഒരു ഇടിവ് എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പം ഇന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറവ് ഡിസ്കൗണ്ടിൽ ചിലപ്പോൾ നമുക്ക് നാളെ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ പിടുത്തം വിട്ട് ചിലപ്പോൾ മുകളിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ എന്തായാലും ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോവില്ല. ഇനി പോയി കഴിഞ്ഞാലും അത് താഴത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ടിപ്സിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.